Hi friends, welcome to Nuba's Yummy Recipes. Subscribe to Nuba's Yummy Recipes and click on the bell icon. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു വെറൈറ്റി റെസിപ്പിയാണ് ഷെയർ ചെയ്യണത്. അതായത് നമ്മൾ കോഴി, അതായത് ചിക്കനൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് എന്നും ഇങ്ങനെ ചിന്തിക്കും എന്തെങ്കിലും വെറൈറ്റി ഒക്കെ ചെയ്യണമല്ലോ എന്ന്. പക്ഷേ അവസാനം എന്നും ചെയ്യുന്ന സ്റ്റൈലായിരിക്കും പലരും ചെയ്യുക. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്കൊരു അടിപൊളി ടേസ്റ്റിൽ, നമുക്കൊരു വെറൈറ്റി ടേസ്റ്റിലും അതേ സമയത്ത് നല്ലൊരു വ്യത്യസ്തമായ രീതിയിൽ, ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ ഈ റെസിപ്പി നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 1 കിലോ ചിക്കൻ വാങ്ങിച്ചതിൽ ബാക്കി ഞാൻ ബിരിയാണിയും വെച്ചു. ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ബാക്കി വന്നിരിക്കുന്ന ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഏകദേശം 400 ഗ്രാം ചിക്കനിൽ ഞാൻ മുളക് പൊടി 1 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1/4 സ്പൂണ്, പെപ്പർ 1/2 സ്പൂണ്, ഉപ്പ് 1/2 സ്പൂണ്, പിന്നെ നാരങ്ങ 4 ഇത്രയും ഞാൻ അതിലോട്ട് മാരിനേറ്റ് ചെയ്തിട്ട് വെക്കുകയാണ്. ഇതൊരു 30 മിനിറ്റ് നേരത്തെങ്കിലും റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കാം. നമുക്കിത് ഈ ഒരു സൈസിൽ ഇഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ജസ്റ്റ് മോട്ടർ ആൻഡ് പേസ്റ്റ് വെച്ചിട്ട് ക്രഷ് ചെയ്യാണ്. അമ്മിക്കല്ലുണ്ടെങ്കിൽ നിങ്ങൾ അതിലോട്ട് ചതച്ചെടുക്കൂ, അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിൻ്റെ ഒരു ഇത് നോക്കിക്കോളൂ, ഒരുപാട് പേസ്റ്റ് പരുവത്തിലല്ല, ഒന്ന് ജസ്റ്റ് കടിക്കാൻ പറ്റുന്ന പാവത്തിലായിരിക്കണം. ഇനി അടുത്തത് ഞാൻ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി ഒരു 8 എണ്ണം ഞാൻ ഇതുപോലെ ചതച്ചെടുക്കുകയാണ്. ഓരോ ചെറിയ ഉള്ളിയായിട്ട് ചതച്ചെടുക്കുക. ഇതിനോടൊപ്പം തന്നെ ഒരു പച്ചമുളകും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ളൊരു കറിയാണ്. അത് കാരണം ഞാൻ ഒരു പച്ചമുളക് കൂടി ചേർക്കുന്നുണ്ട്. ഇത് കൂടാണ്ട് പെപ്പറും മുളക് പൊടിയെല്ലാമാണ് ഞാൻ കറിയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ല എരിവുള്ള പച്ചമുളകും കൂടിയാണ് ഒരെണ്ണം ചേർത്ത് കൊടുത്തിട്ട് അത് ക്രഷ് ചെയ്ത് അത് മാറ്റാം. ഇനി അടുത്തത് വെളുത്തുള്ളി. നിങ്ങൾ വലിയ വെളുത്തുള്ളിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 8 എണ്ണം എടുക്കുക. അല്ല ചെറുതും വലുതും മിക്സി ആണെങ്കിൽ ഏകദേശം അതിൻ്റെ ഒരു കണക്കിലെടുക്കാം. ഇതിലോട്ട് 1/2 സ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ട് അത് നിങ്ങളൊന്ന് ക്രഷ് ചെയ്ത് ഒരു ഹാഫ് പേസ്റ്റ് രൂപത്തിൽ ഇതേപോലെ ആക്കിയിട്ട് ഒരു ബൗളിലോട്ട് നമുക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഈ ചതച്ച് ചേർത്ത കോഴിക്കുള്ള 3 മെയിൻ സീക്രട്ട് പേസ്റ്റുകൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കോഴി മാരിനേറ്റ് ചെയ്ത് ഞാൻ 30 മിനിറ്റ് നേരത്തേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഇറച്ചി ഞാനിവിടെ വറുത്തെടുക്കുകയാണ്. അതിനായിട്ടൊരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് ഒരു 6-7 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് ഫ്രൈ ആവണ്ട, ഒരു ഹാഫ് ഫ്രൈ ആയാൽ മതി. അപ്പോൾ ആദ്യം എല്ലാ വശവും ഒന്ന് ഫ്രൈ ആയതിനു ശേഷം ഒരു 20 സെക്കൻഡ് കഴിയുമ്പോൾ നിങ്ങൾ എല്ലാ സൈഡിൽ മറിച്ചിട്ടിട്ട് അത് എല്ലാം കുറച്ച് നേരത്തേക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അതേപോലെ മറുവശവും കൂടി നിങ്ങൾ ഒരു 25-30 സെക്കൻഡ് നേരത്തേക്ക് ഫ്രൈ ചെയ്യാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ആയിരിക്കണം. അപ്പോൾ ഇതെല്ലാം ഞാനൊരു 1 മിനിറ്റ് നേരത്തേക്ക് 1-1.5 മിനിറ്റ് നേരത്തേക്ക് മാക്സിമം ഫ്രൈ ചെയ്തിട്ടുള്ളൂ. ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് ഫ്രൈ ചെയ്തിട്ട് ഞാനിത് മാറ്റി വയ്ക്കുകയാണ്. നമുക്ക് എണ്ണ മാറ്റണ്ട, ഈ പാനും മാറ്റണ്ട. അതേ പാനിലോട്ട് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളി ജീരകം ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല മണം ഉണ്ടാവും ഈ സമയത്ത്. വെളുത്തുള്ളി നന്നായിട്ട് പച്ചമണം പോകുന്ന വരെ ഒന്ന് വാട്ടിയെടുക്കുക. അതിന് ശേഷം നമ്മൾ ചെറിയ ഉള്ളിയും പച്ചമുളകും ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ളതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും ഈ വെളുത്തുള്ളിയോടൊപ്പം തന്നെ നന്നായി മിക്സ് ചെയ്തിട്ട് ഇവിടെ ഞാൻ ഇനി അടുത്ത് വലിയ ഉള്ളിയാണ്, സവാള ചേർത്ത് കൊടുക്കുകയാണ്. അത് ഞാൻ ഒരു വലിയ സവാള ഇതേപോലെ കഷ്ണങ്ങളായി മുറിച്ചതും പിന്നെ ഇഞ്ചി നമ്മൾ ചതച്ച് വെച്ചതും കൂടി ചേർത്തിട്ട് കുറച്ച് ശകലം ഒരു 1/4 സ്പൂൺ ഉപ്പും കൂടി ചേർത്തിരിക്കുകയാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വാട്ടി വരണം. ഇനി എടുത്തിട്ട് നമുക്കിതിനുള്ള മസാല ചേരുവകളാണ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പെപ്പർ, ചിക്കൻ മസാല. അപ്പോൾ ഇതൊക്കെയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് സോട്ട് ചെയ്ത് വരണം. ഒരു 2.5 മിനിറ്റെങ്കിലും നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം ഈ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ഇൻഗ്രീഡിയൻസിൻ്റെ കറക്റ്റ് വാല്യൂ ഞാൻ അവസാനം വീഡിയോയിൽ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലൂടെ തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു വലിയ പഴുത്ത തക്കാളി ചെറിയ പൊടിയായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു കൈപ്പിടി അളവ് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം തന്നെ ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട്, അത് നിങ്ങളുടെ ഉപ്പ് നോക്കുക. നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കനിൽ ഉപ്പുണ്ട്, അപ്പോൾ ആദ്യം സോട്ട് ചെയ്തപ്പോൾ ഉപ്പിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് 2 മിനിറ്റ് നേരത്തേക്കൊന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഈ മസാലയായിട്ട് ഈ ചിക്കനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതാണ് ഇതിൻ്റെ മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചിക്കൻ്റെ പേസ്റ്റ് എല്ലാ സ്ഥലത്തും, ഉള്ളിയുടെ പേസ്റ്റ് എല്ലാ സ്ഥലത്തും, ചിക്കൻ്റെ എല്ലാ ഭാഗത്തും വരുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു 1-2 മിനിറ്റ് നേരത്തേക്ക് നന്നായി മിക്സിങ് കണ്ടിന്യൂ ചെയ്യാം. അതിനുശേഷം നമുക്കിത് കവർ ചെയ്ത് വെക്കാം. കവർ ചെയ്ത് നിങ്ങൾക്കിതിന് കുക്ക് ചെയ്യാം. അത് ലോ ഫ്ലെയിമിൽ കുക്കാവട്ടെ ഒരു 3 മിനിറ്റ് നേരത്തേക്ക്. ഈ സമയം കൊണ്ട്
നമ്മൾ ക്രഷ് ചെയ്തിട്ടുള്ള മോട്ടറും പിസ്റ്റലിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ആ വെള്ളം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബൗളിലും കൂടി ഒഴിച്ചിട്ട് ആ വെള്ളം ഈ ചിക്കൻ സ്റ്റോക്കിങ്സ് വാഷ് ചെയ്തെടുക്കുക. അതിലോട്ട് 1/2 സ്പൂൺ നാരങ്ങയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 3 മിനിറ്റ് നേരം കഴിഞ്ഞു. ചിക്കനിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തത് കാരണം ഒരുപാട് വെള്ളം നിന്ന് ഊർന്നിറങ്ങില്ല. അത് കാരണം ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. അതായത് ചിക്കൻ മാരിനേറ്റ് ചെയ്ത മസാല വാഷ് ചെയ്തിട്ടുള്ള വെള്ളം. അത് നിങ്ങളുടെ ഒരുപാട് ഗ്രേവി ആവശ്യമാണെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ അത്രയ്ക്ക് വെള്ളം ചേർക്കുന്നില്ല. ഒരു 1/2 ഗ്ലാസ് വെള്ളം മാത്രമേ ഞാൻ മാരിനേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. വീണ്ടും നിങ്ങളത് കവർ ചെയ്തിട്ട് കുക്ക് ചെയ്യാം. അങ്ങനെ എഗെയിൻ 3 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് നോക്കണം. അപ്പോൾ ചിക്കനിൽ നന്നായിട്ട് മസാലയൊക്കെ ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഉപ്പൊക്കെ ടെസ്റ്റ് ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അവസാനം ഞാനിതിലോട്ട് കറിവേപ്പില ഒരു 5-6 ഇല കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഒന്ന് കവർ ചെയ്ത് വെക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല കറിവേപ്പിൻ്റെ മണം ചിക്കനുമായിട്ട് നന്നായിട്ട് ചേർന്ന് പിടിക്കും. അപ്പോൾ ലാസ്റ്റായിട്ട് ഇനി നമ്മളിതിലോട്ട് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അതായത് മാരിനേറ്റ് ചെയ്ത് വെള്ളം ബാക്കിയുണ്ടെങ്കിൽ ഗ്രേവിയുടെ തിക്നെസ് നോക്കിയിട്ട് നിങ്ങൾക്കത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സമയത്ത് ഒന്നുകൂടി നിങ്ങൾക്ക് ടേസ്റ്റ് നോക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് ഇത് കുക്കായിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യമുണ്ടെങ്കിൽ ഗരം മസാല ഒരു 1/4 സ്പൂൺ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഒരുപാട് സ്പൈസി ആവശ്യമുള്ളവർക്ക് ഇത് വേണ്ട. പെപ്പർ പൗഡർ 1/4 സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞാൽ ഉപ്പ് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇത് എന്തെങ്കിലും ലീവ്സ്, അതായത് മേത്തി ലീവ്സ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ല മണം ഉണ്ടാവും ഈ സമയത്ത്. അപ്പോൾ നമുക്ക് ഇത് കവർ ചെയ്തിട്ട് ഒരു 1-2 മിനിറ്റ് നേരത്തേക്കും കൂടി കുക്ക് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ മാരിനേറ്റ് ചെയ്ത ചിക്കനാണ്, ഓൾറെഡി ഹാഫ് ഫ്രൈ ചെയ്ത ചിക്കനാണ്. അത് കാരണം ഒരുപാട് നേരമൊന്നും വേണ്ട. ഈ കറി നമുക്ക് ഉണ്ടാക്കാനായിട്ട് മാക്സിമം 15 മിനിറ്റ് ധാരാളം മതി. അപ്പോൾ എൻ്റെ ഒരു ചതച്ച് വറുത്ത രീതിക്ക് കിടിലൻ സ്റ്റൈലിൽ നാടൻ രീതിക്ക് കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലും ഇത് ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല. കാരണം നമ്മളൊരു ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയത് കൊണ്ടാണ് ഇവിടെ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ഇത് നമ്മൾ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ അല്ല ദോശയുടെ കൂടെ ആവട്ടെ, അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ആവട്ടെ, ബിരിയാണിയുടെ കൂടെ ആവട്ടെ, വെറുതെ ആവട്ടെ, നമുക്ക് സൂപ്പർ ടേസ്റ്റിൽ ഇത് കഴിക്കാം. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് എന്തായാലും ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ കമൻസൊക്കെ എന്നോട് പറയാം. മറക്കാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. പിന്നെ ഇതുപോലത്തെ വെറൈറ്റി ചിക്കൻ വീഡിയോസ് ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ കാണുക. എൻ്റെ മറ്റുള്ള വീഡിയോസും കൂടി കണ്ടിട്ട് എൻ്റെ ചെറിയ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ബൈ.